മോർണിംഗ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഓഡിറ്റിംഗ്. അപ്പോൾ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഈ ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു ഓഡിറ്റർ പാലിക്കേണ്ട കുറച്ച് റൂൾസും റെഗുലേഷൻസും അല്ലെങ്കിൽ കുറച്ച് പ്രിൻസിപ്പിൾസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഓഡിറ്റിംഗ് അല്ലെങ്കിൽ റൂൾസ് ഓഫ് ഓഡിറ്റിംഗ് അല്ലെങ്കിൽ ഫിലോസഫി ഓഫ് ഓഡിറ്റിംഗ്, ഇതിൻ്റെ മീനിങ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. The basic principles of auditing are the set of rules according to which the books of accounts of a firm should be audited. The set of rules are called basic principles of auditing. അപ്പോൾ ഒരു ഫേമിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഓഡിറ്റർ പാലിക്കുന്ന കുറച്ച് റൂൾസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. On the basis of these principles, the whole work of audit should be done. ഈ പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഓഡിറ്റിങ്ങിൻ്റെ മൊത്തം വർക്ക് എന്ത് ചെയ്യുന്നത്? ചെയ്ത് തീർക്കുന്നത്. The basic principles of auditing are also called rule of auditing or philosophy of auditing. Basic principles of auditingനെ റൂൾ ഓഫ് ഓഡിറ്റിംഗ് എന്നും അതുപോലെ തന്നെ ഫിലോസഫി ഓഫ് ഓഡിറ്റിംഗ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത്രയാണ് ബേസിക് പ്രിൻസിപ്പിൾസിൻ്റെ ഒരു മീനിങ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്കൊരു 9 ബേസിക് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന ബേസിക് പ്രിൻസിപ്പിളാണ് ഇൻറ്റഗ്രിറ്റി, ഒബ്ജക്റ്റിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഒരു ഓഡിറ്റിങ്ങിൻ്റെ ഫസ്റ്റത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബേസിക് പ്രിൻസിപ്പിളാണ് ഇൻറ്റഗ്രിറ്റി, ഒബ്ജക്റ്റിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഒരു ഓഡിറ്റർ എന്ന് പറയുന്നത് ഷുഡ് ബി സ്ട്രൈറ്റ് ഫോർവേഡ്. ഓഡിറ്റർ എന്തായിരിക്കണം? സ്ട്രൈറ്റ് ഫോർവേഡ് ആയിരിക്കണം. അതുപോലെ ഹോണസ്റ്റ് ആയിരിക്കണം, സിൻസിയർ ആയിരിക്കണം. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ഓഡിറ്റ് വർക്കിൽ ഒരു ഓഡിറ്റർ നിർബന്ധമായിട്ടും സിൻസിയാരിറ്റിയും അതുപോലെ ഹോണസ്റ്റിയും സ്ട്രൈറ്റ് ഫോർവേഡും കീപ്പ് ചെയ്തിരിക്കണം. അതുപോലെ ഹി ഷുഡ് മസ്റ്റ് ഫെയർ. അദ്ദേഹം എന്തായിരിക്കണം? ഫെയർ ആയിരിക്കണം. മസ്റ്റ് നോട്ട് അലൗ ദി ബയാസ് ആൻഡ് പ്രജുഡീസ്. ഒരു തെറ്റുകളോ അല്ലെങ്കിൽ പ്രജുഡീസ് എന്ന് പറഞ്ഞാൽ സ്വയം താല്പര്യത്തിന് കാര്യങ്ങൾ ചെയ്യുക, സ്വയം താല്പര്യത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങളെ വളച്ചൊടിക്കുക, അതിനാണ് പ്രജുഡീസ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ഓഡിറ്റ് വർക്കിൽ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഒബ്ജക്റ്റിവിറ്റി എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഇമ്പാർഷ്യൽ ആറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. അവിടെ ഒരു പാർഷ്യാലിറ്റി കാണിക്കാൻ പാടില്ല. എപ്പോഴും എന്തായിരിക്കണം ഓഡിറ്റർ എന്ന് പറയുന്നത്? ഇമ്പാർഷ്യൽ ആയിരിക്കണം, ഇൻട്രസ്റ്റ് ഫ്രീ ആയിരിക്കണം. പിന്നെ പറയുന്നുണ്ട് ഓഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, അതുപോലെ ഇൻറ്റഗ്രിറ്റി കീപ്പ് ചെയ്യണം. ഇൻഡിപെൻഡൻസ് എന്നുള്ള അർത്ഥമാക്കുന്ന ഓഡിറ്റ് വർക്കിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്യുക? അദ്ദേഹം എന്ത് ചെയ്യുക? ആ പ്രിൻസിപ്പിൾസ് ഒക്കെ പാലിച്ചിട്ട് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ എന്ത് ചെയ്യണം? ഓഡിറ്റ് വർക്ക് ചെയ്തു തീർക്കണം. അതാണ് ഫസ്റ്റ് ബേസിക് പ്രിൻസിപ്പിൾ ആയിട്ടുള്ള ഇൻറ്റഗ്രിറ്റി, ഒബ്ജക്റ്റിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസിൽ പറയുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് ബേസിക് പ്രിൻസിപ്പിളാണ് കോൺഫിഡൻഷ്യാലിറ്റി. എന്താണ് കോൺഫിഡൻഷ്യാലിറ്റി എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദ ഓഡിറ്റർ ഷുഡ് മെയിൻറ്റെയിൻ സ്ട്രിക്റ്റ് കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ദി ഇൻഫോർമേഷൻസ് അക്യൂർഡ് ഇൻ ദി കോഴ്സ് ഓഫ് ഹിസ് ഓഡിറ്റ് വർക്ക്. ഒരു ഓഡിറ്റർ അദ്ദേഹത്തിൻ്റെ ഓഡിറ്റ് വർക്കിൽ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം? സ്ട്രിക്റ്റ് കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യണം. സ്വകാര്യത എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം. He should not reveal any such information to a third party without specific permission of his client. ക്ലയൻറ്റിൻ്റെ പെർമിഷൻ കൂടാതെ ഒരു ഇൻഫോർമേഷനും തേർഡ് പാർട്ടിക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പാടില്ല? ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പാടില്ല. ലീഗലി അതെന്താണ്? വാലിഡായി മാറില്ല. അപ്പോൾ ഇത്രയാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്ന ബേസിക് പ്രിൻസിപ്പിളിൽ പറയുന്നത്. നെക്സ്റ്റ് തേർഡ് ബേസിക് പ്രിൻസിപ്പിളാണ് സ്കിൽസ് ആൻഡ് കോമ്പിറ്റൻസ്. An efficient auditor must be possess certain general quality beside the statutory qualifications. നമുക്കറിയാം ഓഡിറ്റേഴ്സിന് എന്ത് വേണം? സ്റ്റാറ്റ്യൂട്ടറി ക്വാളിഫിക്കേഷൻസ് വേണം. എന്ന് വെച്ചാൽ CA പാസ്സായിട്ടുള്ള ആളായിരിക്കണം, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളായിരിക്കണം, നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി ക്വാളിഫിക്കേഷൻസിന് പുറമെ ഒരു ഓഡിറ്റർക്ക് എന്ത് വേണം? ജനറൽ ക്വാളിറ്റീസും കൂടെ വേണം. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വർക്ക് എഫിഷ്യൻ്റ് ആയിട്ടും സ്മൂത്ത്ലി ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പെഷ്യലൈസ്ഡ് സ്കിൽസും കോമ്പിറ്റൻസും ഒരു ഓഡിറ്റർക്ക് നിർബന്ധമായിട്ടും വേണം. ഇത് സ്റ്റാറ്റ്യൂട്ടറി ക്വാളിഫിക്കേഷനിൽ കമ്പൈൻ ചെയ്തിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുക. എന്ന് വെച്ചാൽ ജനറൽ എഡ്യൂക്കേഷൻസ്, ട്രെയിനിങ്, എക്സ്പീരിയൻസ് ഇതൊക്കെ എന്തിനുണ്ടായിരിക്കണം? ഒരു ഓഡിറ്റർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രൊഫഷണൽ സ്കില്ലും ഓഡിറ്റർക്ക് എന്തുണ്ടായിരിക്കണം? ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന കേസിൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഫോർത്ത് പ്രിൻസിപ്പിളാണ് വർക്ക് പെർഫോംഡ് ബൈ അതേഴ്സ്. ചില കേസിൽ ഓഡിറ്റേഴ്സിൻ്റെ വർക്ക് ഓഡിറ്റേഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന ആൾക്കാർക്ക്, ജൂനിയർ ഓഡിറ്റേഴ്സിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസൊക്കെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഓഡിറ്റർ എന്ത് ചെയ്യണം? ഈ ഓരോ ജൂനിയർ ഓഡിറ്റേഴ്സിനെയും പ്രോപ്പറായിട്ട് സൂപ്പർവൈസ് ചെയ്യണം, അവരുടെ വർക്കൊക്കെ റിവ്യൂ ചെയ്യണം, അവരുടെ ഓഡിറ്റേഴ്സിൻ്റെ അസിസ്റ്റൻസിന് എന്ത് ചെയ്യണം? ഗൈഡ് ലൈൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. അതാണ് ഫോർത്ത് പ്രിൻസിപ്പിളായിട്ടുള്ള വർക്ക് പെർഫോംഡ് ബൈ അതേഴ്സിൽ പറയുന്നത്.
നെക്സ്റ്റ് ഫിഫ്ത്ത് പ്രിൻസിപ്പിളാണ് ഡോക്യുമെൻറ്റേഷൻ. ഡോക്യുമെൻറ്റേഷനിൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദ ഓഡിറ്റർ ഷുഡ് കളക്ട് ആൻഡ് പെർസീവ് ആൾ ഡോക്യുമെൻറ്റ്സ് അക്കോർഡിംഗ് ടു ദെയർ ഇമ്പോർട്ടൻസ് ഓർ മെറ്റീരിയാലിറ്റി. അപ്പോൾ ഒന്നെങ്കിൽ ഓഡിറ്റിൻ്റെ ഇമ്പോർട്ടൻസിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ മെറ്റീരിയാലിറ്റിക്ക് അനുസരിച്ചിട്ട് ഓഡിറ്റർ എന്ത് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫോർമേഷനും അല്ലെങ്കിൽ എല്ലാ ഡോക്യുമെൻറ്റ്സും കളക്ട് ചെയ്യുക, അതുപോലെ പെർസീവ് ചെയ്യണം. ദീസ് ഡോക്യുമെൻറ്റ്സ് ഇൻക്ലൂഡ് ഡീറ്റെയിൽഡ് ഈ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഡീറ്റെയിൽഡ് ഡോക്യുമെൻറ്റ്സ് ആയിരിക്കാം, സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കാം, നോട്ടായിരിക്കാം, മറ്റ് വാല്യുബിൾ ഇൻഫോർമേഷൻസോ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട മറ്റ് വാല്യുബിൾ ഇൻഫോർമേഷൻസോ ഒക്കെ എന്തും ആവാം. ദീസ് ഡോക്യുമെൻറ്റ്സ് ആർ പ്രോപ്പർലി അറേഞ്ച്ഡ് ആൻഡ് പെർസീവ്ഡ് കെയർഫുള്ളി. ഇത്തരത്തിൽ നമ്മൾ ഓഡിറ്റർ കളക്ട് ചെയ്യുന്ന ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യുക വേണം, അതുപോലെ കെയർഫുള്ളി എന്ത് വേണം, പെർസീവ് ചെയ്യും വേണം. ഇത്രയാണ് ഫിഫ്ത്ത് പ്രിൻസിപ്പിൾ ആയിട്ടുള്ള ഡോക്യുമെൻറ്റേഷനിൽ പറയുന്നത്. നെക്സ്റ്റ് ആണ് സിക്സ്ത് പ്രിൻസിപ്പിളാണ് പ്ലാനിങ് ഓഫ് ഓഡിറ്റ്. ഓഡിറ്റേഴ്സിന് എന്ത് ചെയ്യണം, ഒരു പ്ലാനിങ് തയ്യാറാക്കണം. പ്രീ അറേഞ്ചിങ് ആൻഡ് കോർഡിനേറ്റിംഗ് ദ വർക്ക് ഓഫ് ഓഡിറ്റ് ഓഫ് ക്ലയൻറ്റ് ഈസ് കോൾഡ് പ്ലാനിങ് ഓഫ് ഓഡിറ്റ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രീ അറേഞ്ചിങ്ങോ അല്ലെങ്കിൽ വർക്ക് കോർഡിനേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലാനിങ് ഓഫ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ദ ഓഡിറ്റ് ഷുഡ് ബി പ്ലാൻ ഹിസ് വർക്ക് ടു എനേബിൾ ഹിം ടു കണ്ടക്ട് ആൻ എഫക്റ്റീവ് ഓഡിറ്റ് ആൻഡ് എഫിഷ്യൻറ്റ് ആൻഡ് ടൈംലി മാനർ. ഓഡിറ്റർ എന്ത് ചെയ്യണം, അവരുടെ വർക്കൊക്കെ വെച്ചിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കണം. ഈ പ്ലാൻ എന്ന് പറയുന്നത് ടൈംലി അതുപോലെ തന്നെ എഫിഷ്യൻറ്റ് മാനറിലായിരിക്കണം തയ്യാറാക്കേണ്ടത്. ആഫ്റ്റർ റിസീവിങ് ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ് ഫ്രം ക്ലയൻറ്റ് ദ പ്രിലിമിനറി സ്റ്റെപ്പ് ദ ഓഡിറ്റ് ബിഗൈൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു എന്നുള്ള ലെറ്റർ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ഓഡിറ്റർ ആദ്യം ചെയ്യേണ്ടത് ആ ഓഡിറ്റിനെ കുറിച്ചിട്ട് പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ്. ദ ഓഡിറ്റ് ഇനി പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദ ഓഡിറ്റ് പ്ലാൻ ഷുഡ് ബി ബേസ്ഡ് ആണ്. ഈ ഓഡിറ്റ് പ്ലാന് ചില കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് തയ്യാറാക്കേണ്ടത്, ഓഡിറ്റർ തയ്യാറാക്കേണ്ടത്. എന്തൊക്കെയാണ് ബേസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വരുന്നതാണ് ടൈപ്പ് ഓഫ് ഓഡിറ്റ്. ഏത് ടൈപ്പ് ഓഫ് ഓഡിറ്റ് ആണ്, ആ ടൈപ്പ് ഓഫ് ഓഡിറ്റിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, പ്ലാൻ തയ്യാറാക്കണം. അല്ലെങ്കിൽ അക്വയറിംഗ് നോളജ് ഓഫ് ക്ലയൻറ്റ്സ് അക്കൗണ്ടിങ് സിസ്റ്റം, nature of business, list of books maintained in the office, internal check system and control. അപ്പോൾ അക്വയറിങ് നോളജ് ഓഫ് ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന് നോളജ് അക്വയർ ചെയ്യുന്ന സമയത്ത്, അതുപോലെ അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ ബേസിൽ, നാച്ചർ ഓഫ് ബിസിനസ്സിൻ്റെ ബേസിസിൽ, അതുപോലെ തന്നെ ലിസ്റ്റ് ഓഫ് ബുക്സ് മെയിൻറ്റെയിൻ ഇൻ ദി ഓഫീസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ലിസ്റ്റ് ഓഫ് ബുക്സിൻ്റെ ബേസിസിൽ, ഇൻറ്റേർണൽ ചെക്കിൻ്റെ അതുപോലെ ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ബേസിസിലൊക്കെ ആയിരിക്കണം എന്ത് ചെയ്യാൻ ഒരു ഓഡിറ്റ് പ്ലാൻ തയ്യാറാക്കേണ്ടത്. പിന്നെ വരുന്നതാണ് എക്സാമിൻ ദി ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം ആൻഡ് സ്കോപ്പ് ഓഫ് ഇൻറ്റേർണൽ ഓഡിറ്റ് ആൻഡ് കൺട്രോൾ. ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം, ഇൻറ്റേർണൽ ഓഡിറ്റ് ആൻഡ് കൺട്രോളൊക്കെ അതിനൊക്കെ എക്സാമിൻ ചെയ്തിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഓഡിറ്റ് പ്ലാൻ തയ്യാറാക്കാം. പിന്നെ എന്താണ് ഡിറ്റർമിനേഷൻ ആൻഡ് പ്രോഗ്രാമിംഗ് ദി നാച്ചർ, അലോക്കേഷൻ, ടൈമിംഗ് ആൻഡ് പ്രൊസീജിയർ ഓഫ് പെർഫോംഡ്. പ്രോഗ്രാമിംഗ് നാച്ചറിനനുസരിച്ചിട്ട്, ടൈമിൻ്റെ അലോക്കേഷൻ അനുസരിച്ചിട്ട്, പിന്നെ പ്രൊസീജിയേഴ്സിനൊക്കെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓഡിറ്റ് പ്ലാൻ തയ്യാറാക്കാം. പിന്നെ കോർഡിനേറ്റിംഗ് ദ വർക്ക് ടു ബി പെർഫോംഡ് ആൻഡ് അറേഞ്ച് ദ വർക്ക് ഓഫ് എമംഗ് ദി ഓഡിറ്റ് സ്റ്റാഫ് അറേഞ്ച് ചെയ്യുന്ന ബേസിൽ, പെർഫോം ചെയ്യുന്ന ബേസിൽ അതിനൊക്കെ വർക്ക് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഓഡിറ്റ് പ്ലാൻ തയ്യാറാക്കാം. അപ്പോൾ ഇത്രയാണ് പ്ലാനിങ് ഓഫ് ഓഡിറ്റിൽ പറയുന്നത്. നെക്സ്റ്റ് സെവൻത്ത് പോയിൻ്റ് ആണ് ഓഡിറ്റ് എവിഡൻസ്. The auditor gathers sufficient appropriate audit evidence to his satisfaction to frame his report and form of opinion as financial informations. Auditors എന്ത് ചെയ്യണം, gather sufficient appropriate audit evidence. ഓഡിറ്റുമായി ബന്ധപ്പെട്ട സഫീഷ്യൻ്റ് ആയിട്ടുള്ള എവിഡൻസ് ഗ്യാദർ ചെയ്യണം. അപ്പം ഓഡിറ്റേഴ്സ് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ ഒരു കമ്പനിയിലെ ക്ലയൻറ്റ് എന്ത് ചെയ്യണം, ഓഡിറ്ററെ നിയമിക്കുകയാണ്. ഓഡിറ്ററെ നിയമിക്കുന്ന സമയത്ത് ഫിനാൻഷ്യൽ ബുക്സും പർച്ചേസ് ബുക്കും അതുപോലെ ഡേ ബുക്കും സെയിൽസ് ബുക്കൊക്കെ കൊടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ എവിഡൻസും കൂടെ ഓഡിറ്റർ എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ബുക്കാണ് കൊടുത്തു വെച്ചാൽ പർച്ചേസ് റെസിപ്റ്റ്, സെയിൽസ് റെസിപ്റ്റ്, അതുപോലെ അതിൻ്റെ ബില്ല് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഒരു ഓഡിറ്റർ നിർബന്ധമായിട്ടും കളക്ട് ചെയ്യണം. The audit evidence should be maintained through the performance, compliance and substantial procedures. ഈ ഓഡിറ്റ് എവിഡൻസ് എപ്പോഴും എന്ത് ചെയ്യണം, അതിൻ്റെ പെർഫോമൻസ് അനുസരിച്ചൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണം. അപ്പോൾ അത്രയാണ് ഓഡിറ്റ് എവിഡൻസിൽ പറയുന്നത്. എയ്ത്ത് പോയിൻ്റ് ആണ് അക്കൗണ്ടിങ് സിസ്റ്റം ആൻഡ് ഇൻറ്റേർണൽ കൺട്രോൾ. ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി മാനേജ്മെൻറ്റ് ടു മെയിൻറ്റെയിൻ ആൻഡ് അഡ്വക്കേറ്റ് അക്കൗണ്ടിങ് സിസ്റ്റം സ്യൂട്ടബിൾ ടു എ നാച്ചർ ആൻഡ് സൈസ് ഓഫ് ബിസിനസ്. അപ്പോൾ ഇത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ഒരു മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റിയാണ്. ആ ബിസിനസ് ഓർഗനൈസേഷനിൽ പ്രോപ്പറായിട്ടുള്ള ഒരു അക്കൗണ്ടിങ് സിസ്റ്റം, ഒരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. ഇത് ബിസിനസ്സിൻ്റെ സൈസ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ നാച്ചർ അനുസരിച്ചിട്ടാണ് ഈ അക്കൗണ്ടിങ് സിസ്റ്റത്തിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത് ഷുഡ് ഇൻകോർപ്പറേറ്റ് വേരിയസ് ഇൻറ്റേർണൽ കൺട്രോൾ മെഷേഴ്സ് ആൻഡ് ഇൻറ്റേർണൽ ചെക്ക്. ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് വേരിയസ് ആയിട്ടുള്ള ഇൻറ്റേർണൽ കൺട്രോൾ മെഷേഴ്സ് മുഖേന അല്ലെങ്കിൽ ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം മുഖേനയാണ്. ദ ഓഡിറ്റർ ഷുഡ് എക്സാമിൻ ദി അക്കൗണ്ടിങ് സിസ്റ്റം എംപ്ലോയിഡ് ബൈ ദി ക്ലയൻറ്റ് എംപ്ലോയ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് ഓഡിറ്റർ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, എക്സാമിൻ ചെയ്യണം.
he should see that the accounting system is adequate, that all accounting information which be out to be recorded as the facts has been recorded. The internal control system normally provides such. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, ഈ അക്കൗണ്ടിങ് സിസ്റ്റത്തിനെയൊക്കെ നോക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് എന്തൊക്കെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് ആണ് ആ ഓഡിറ്റർക്ക് ആവശ്യമായിട്ടുള്ളത് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്, ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. അപ്പോൾ അതാണ് 8th പോയിൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സിസ്റ്റം ആൻഡ് കൺട്രോളിൽ പറയുന്നത്. 9th പോയിൻ്റ് ആണ് ഓഡിറ്റ് കൺക്ലൂഷൻ ആൻഡ് റിപ്പോർട്ടിങ്. 9th പ്രോസസ്സാണ് ഓഡിറ്റ് എന്ത് ചെയ്യുക, ലാസ്റ്റ് കൺക്ലൂഷൻ ചെയ്യുക, പിന്നെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഓഡിറ്റ് ഓഫ് ദി ഫേം, ഒരു ഫേമിൻ്റെ ഓഡിറ്റ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദ ഓഡിറ്റർ ഷുഡ് റിവ്യൂ ദി ഓഡിറ്റ് വർക്ക്. ഓഡിറ്റർ എന്ത് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ ഓഡിറ്റ് വർക്ക് റിവ്യൂ ചെയ്യണം. ഹി ഷുഡ് എക്സ്പ്രസ് ഹിസ് ഒപ്പീനിയൻ ഓൺ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ഓൺ ദി ബേസിസ് ഓഫ് റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് എവിഡൻസ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ റിവ്യൂവിൻ്റെ ബേസിസിലോ അല്ലെങ്കിൽ എവിഡൻസിനെയൊക്കെ അനാലിസിസ് ചെയ്തതിൻ്റെ ബേസിസിലോ ഫിനാൻഷ്യൽ ഇൻഫോർമേഷനുമായി ബന്ധപ്പെട്ട എല്ലാ ഒപ്പീനിയൻസും ഓഡിറ്റേഴ്സ് എന്ത് ചെയ്യണം, എക്സ്പ്രസ് ചെയ്ത് കൊടുക്കണം. അതൊന്നെങ്കിൽ നോളജ് ഓഫ് ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്കിൽ എക്സ്പീരിയൻസിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം, ഇത് അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഓഡിറ്റ് കൺക്ലൂഷൻ ആൻഡ് റിപ്പോർട്ടിങ്ങിൽ പറയുന്നത്. വെദർ ദി ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ഹാവ് ബീൻ പ്രിപ്പയർഡ് യൂസിങ് ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പോളിസീസ് വിച്ച് വേർ ബീൻ കോൺസിക്വൻ്റ്ലി അപ്ലൈഡ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അക്കൗണ്ടിങ് പോളിസീസും പ്രിൻസിപ്പിൾസും ഒക്കെ ആക്സെപ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ അത് പിന്നീട് അതെന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഓഡിറ്റിങ്ങിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസിൽ വരുന്നത്. ഇനി ഈ ഓഡിറ്റിങ്ങിൻ്റെ റിപ്പോർട്ട് പറയുന്നില്ലേ, ഓഡിറ്റ് റിപ്പോർട്ട് പ്രധാനമായിട്ട് 2 രീതിയിലാവാം. ക്വാളിഫൈഡ് റിപ്പോർട്ട് ഉണ്ടായിരിക്കും, അൺക്വാളിഫൈഡ് ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടായിരിക്കും. ഈ 2 റിപ്പോർട്ടിൻ്റെ ബേസിസിലാണ് ഓഡിറ്റേഴ്സ് എന്ത് ചെയ്യുന്നത്, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഓഡിറ്റിങ്ങിൽ പറയുന്നത്. അപ്പോൾ ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഒരു ഫേം അതിൻ്റെ ഓഡിറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ എന്ത് ചെയ്യുക, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ ഓഡിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട കുറച്ച് സെറ്റ് ഓഫ് റൂൾസിനെയാണ് എന്ത് പറയുന്നത്, ഓഡിറ്റിംഗ് ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.